ഇപ്പോൾ ഇന്ന് നമ്മൾ സുപ്രധാനമായ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള നാമനിർദ്ദേശ പത്രിക നൽകിയിരിക്കുകയാണ്. പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് നല്ല ജനകീയ അടിത്തറയുള്ള ഒരു പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ എല്ലാ തലത്തിലുമുള്ള തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ വളരെ സജീവമായിട്ട് തന്നെ ഇപ്പോൾ നടന്നു വരികയാണ്. ചൂടും പ്രകൃതിയുമെല്ലാം പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിലും വളരെ ഗൗരവമേറിയ ഒരു സാമൂഹ്യ പശ്ചാത്തലത്തിൽ ഈ തിരഞ്ഞെടുപ്പിൻ്റെ രാഷ്ട്രീയ പ്രാധാന്യത്തെയാണ് LDF ജനങ്ങളുമായി പങ്കുവെക്കുന്നത്. ഇന്നത്തെ ഒരു പൊതുസ്ഥിതിയിൽ പാലക്കാട്ട് നിന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജയിക്കേണ്ടതുണ്ട്. കേരളത്തിൽ നിന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ലഭിക്കുക എന്നതും ഇന്നത്തെ സാഹചര്യത്തിൽ വളരെ പ്രാധാന്യമുള്ള ഒന്നാണ്. നിലവിലുള്ള നരേന്ദ്രമോദി ഭരണത്തെ മാറ്റുക എന്ന സുപ്രധാനമായ രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. തെരഞ്ഞെടുപ്പിന് ശേഷം ഇന്ത്യയിൽ ഒരു മതനിരപേക്ഷ ഗവൺമെൻറ് ഉണ്ടാവേണ്ടത് ഇന്നത്തെ സാഹചര്യത്തിൽ അത്യന്തം പ്രാധാന്യമുള്ള ഒന്നാണ്. രാജ്യത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട ജനങ്ങളുടെ ജീവിതത്തിൽ കൂടുതൽ പ്രയാസങ്ങൾ ഉണ്ടാവുകയും സമ്പന്ന വിഭാഗങ്ങളെ വലിയ തോതിൽ വളർത്തുകയും ചെയ്ത BJP നയങ്ങളുടെ പ്രതിഫലനം ജീവിതത്തിൽ തന്നെ എല്ലാവരും ഇപ്പോൾ അനുഭവിച്ചു വരികയാണ്. തീവ്ര വർഗീയ രാഷ്ട്രീയ നിലപാടുകളുടെ പ്രയോഗം ഏറ്റവും കൂടുതൽ നടത്തിയ ഒരു ഗവൺമെൻറ് എന്നുള്ള നിലയിൽ മതന്യൂനപക്ഷ വിരുദ്ധമായ കേന്ദ്ര സർക്കാർ സമീപനം സൃഷ്ടിച്ച മുറിവുകൾ ഉണക്കുക എന്നത് അതിപ്രധാനമായ ഒരു രാഷ്ട്രീയ കാര്യമാണ്. ഈ തെരഞ്ഞെടുപ്പ് ആ നിലയിൽ ജനാധിപത്യ ഇന്ത്യയുടെ ചരിത്രത്തിൽ അപകടം നിറച്ച ഒരു ഭരണകാലത്തെ അതിജീവിക്കാനുള്ള ഇന്ത്യയിലെ സാധാരണ പൗരൻ്റെ താല്പര്യം പ്രകടിപ്പിക്കപ്പെടുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കും ഇത്. മോദിയെ ഈ തെരഞ്ഞെടുപ്പ് അധികാരത്തിൽ നിന്ന് മാറ്റും. കേരളം അതിൽ വലിയ പങ്ക് നിർവഹിക്കും. ആ പങ്ക് നിർവഹിക്കുന്ന പ്രക്രിയയിൽ പാലക്കാട് അതിൻ്റെ രാഷ്ട്രീയ ചുമതല ഒരു ഇടതുപക്ഷ സ്ഥാനാർത്ഥിയെ നല്ല ഭൂരിപക്ഷത്തിന് വിജയിപ്പിച്ചുകൊണ്ട് നിർവഹിക്കും എന്ന പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത്. അതിന് സഹായകരമായ രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടന്നു വരികയാണ്. പാലക്കാട് തിരിച്ചു പിടിക്കാൻ കഴിയുമെന്നൊരു ആത്മവിശ്വാസം ഈ 3 വട്ട പ്രചരണം പൂർത്തിയായിട്ടുണ്ട്. അതിൽ നിന്ന് ലഭിച്ചിട്ടുണ്ടോ ജനങ്ങളുടെ ഇടയിൽ? അല്ല, പാലക്കാട് സാധാരണഗതിയിൽ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജയിച്ചു വരുന്ന ഒരു നിയോജകമണ്ഡലമാണ്. അത്യപൂർവം സന്ദർഭങ്ങളിൽ മാത്രമാണ് ചെറിയ തോതിലുള്ള വോട്ടുകൾക്ക് നമ്മളിവിടെ തോറ്റിട്ടുള്ളത്. ഇപ്പോൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റേത് ഒരു സവിശേഷ അന്തരീക്ഷമായിരുന്നു എന്ന് എല്ലാവർക്കും അറിവുള്ള കാര്യമാണ്. ആ സന്ദർഭത്തിൽ പോലും വളരെ ചെറിയ നേരിയ വ്യത്യാസം മാത്രമാണ് LDFും UDFും തമ്മിലുള്ളത്. തുടർന്ന് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടന്നിട്ടുണ്ട്. വലിയ മുന്നേറ്റം LDFിനുണ്ട്. അതുപോലെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നു. വലിയ മുന്നേറ്റവും ഭൂരിപക്ഷവും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുണ്ട്. മഹാഭൂരിപക്ഷം പഞ്ചായത്തുകൾ വിരലെണ്ണാവുന്നവ ഒഴികെ ബാക്കിയെല്ലാം LDF പഞ്ചായത്തുകളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും LDFിന് നല്ല സ്വാധീനമുള്ള പ്രദേശങ്ങളാണ്. ഒരു ഇടതുപക്ഷ പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷം അതിൻ്റെ ഇടപെടലുകളിലൂടെ സാമൂഹ്യ തലത്തിൽ വലിയ മാറ്റമുണ്ടാക്കിയിട്ടുള്ള ഒരു പ്രദേശമാണ്. ഇടതുപക്ഷത്തിൻ്റെ നേതൃത്വത്തിൽ കർഷക തൊഴിലാളികളുടെയും കൃഷിക്കാരുടെയും വലിയ പ്രക്ഷോഭം നടന്നതിൻ്റെ ഒരു ചരിത്ര ഭൂമിക പാലക്കാടിനുണ്ട്. എല്ലാ കാലത്തും ഇടതുപക്ഷത്തിൻ്റെ കേരളത്തിലെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രങ്ങളിലൊന്നാണ് പാലക്കാട് എന്നുള്ളത് എൻ്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഘടകമാണ്. UDFിന് പിന്തുണ കൊടുത്തിരിക്കുകയാണ്. കഴിഞ്ഞ തവണ അവരിവിടെ 6000-ഓളം വോട്ട് പിടിച്ചിരുന്നു. അതിന് മുമ്പ് 8000-ഓളം വോട്ട് പിടിച്ചിരുന്നു. അതൊരു വെല്ലുവിളിയായി മാറുന്നു കരുതുന്നുണ്ടോ? അതൊരു വെല്ലുവിളിയാണോ? ഇതൊക്കെ സാധാരണഗതിയിൽ തെരഞ്ഞെടുപ്പിൻ്റെ സന്ദർഭത്തിൽ ചില സംഘടനകൾ അവരുടെ നിലപാട് പ്രഖ്യാപിക്കും. SDPI നമ്മുടെ സമൂഹത്തിൽ നിർവഹിക്കുന്ന രാഷ്ട്രീയ ധർമ്മം പ്രതിലോമപരമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ ഒരു കാഴ്ചപ്പാടിൽ UDFിന് പിന്തുണ കൊടുത്തിരിക്കുകയാണ്.
SDPIയുടെ പിന്തുണ പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ജയാപജയങ്ങളെ നിർണ്ണയിക്കുന്ന ഒരു പ്രധാന ഘടകമല്ല. അപ്പോൾ ആ നിലയിൽ ഞങ്ങളതിനെ കാണുന്നത്. നരേന്ദ്രമോദി സംസാരിക്കുമ്പോഴെല്ലാം കരുവന്നൂർ ബാങ്കിനെ കുറിച്ച് ആവർത്തിച്ച് അവരുടെ സ്ഥാനാർത്ഥികളോട് പറയുന്നു, അതിൻ്റെ പൈസയെല്ലാം ഞങ്ങൾ തിരിച്ചു പിടിക്കും, ആ പൈസയൊക്കെ എത്തിച്ചു കൊടുക്കുന്നതിൻ്റെ നിയമസാധ്യത. ഈ ഇലക്ഷൻ സമയത്ത് മാത്രം അദ്ദേഹത്തിന് അങ്ങനെ ഒരു താല്പര്യം തോന്നുന്നില്ല. എന്താണ്? അല്ല, നരേന്ദ്രമോദി ഒരു തീവ്ര വർഗീയവാദിയായ വലതുപക്ഷ പ്രധാനമന്ത്രിയാണ്. അദ്ദേഹത്തിൻ്റെ അജണ്ടകളിൽ നിഗൂഢതകളുണ്ട്. എല്ലായ്പ്പോഴും നിഗൂഢമായ അജണ്ടകളുടെയും ഭാഷകളുടെയും പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത്. ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്തിനകത്ത് കേരളത്തിലെ ഒരു കൊച്ചു ഗ്രാമം, ഒരു മുനിസിപ്പാലിറ്റിയുടെ 1/3 ഭാഗം വരുന്ന ഒരു പ്രദേശത്തുണ്ടായ ഒരു പ്രശ്നത്തെ അദ്ദേഹം വലിയ വിഷയമായിട്ട് ഉന്നയിക്കുകയാണ്. ആ പ്രശ്നങ്ങളിൽ അതിലെ ന്യായാന്യായതകൾക്കനുസരിച്ച് പരിഹാരം കാണുന്നതിന് വേണ്ടി കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നല്ല തീരുമാനങ്ങൾ എടുത്തിട്ടുള്ളതാണ്. ആ ബാങ്കിൽ വന്ന ക്രമക്കേടുകളിൽ കൃത്യമായ നടപടികൾ സ്വീകരിച്ചിട്ടുള്ളതാണ്. അതിൽ നിക്ഷേപകർക്ക് നഷ്ടം വരാതിരിക്കുന്നതിന് വേണ്ടിയുള്ള ഇടപെടലുകൾ ഗവൺമെൻറ് നടത്തിയിട്ടുള്ളതാണ്. ഒരു തെറ്റിനെയും ഇടതുപക്ഷം സാധാരണ പ്രോത്സാഹിപ്പിക്കുകയോ സംരക്ഷിക്കുകയോ ചെയ്യാറില്ല. ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനങ്ങളെക്കുറിച്ച് അറിയുന്ന എല്ലാവർക്കും അറിയാം, ഞങ്ങളെ സംബന്ധിച്ച് ഒരു തരം ക്രമക്കേടിനെയോ തെറ്റുകളെയോ ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കാറില്ല. അതുകൊണ്ട് അത് സംബന്ധിച്ച് വളരെ വ്യക്തതയുള്ള നിലപാടാണ് ഞങ്ങൾക്കുള്ളത്. പ്രധാനമന്ത്രി ചെറുതാവുന്ന പല സന്ദർഭങ്ങളും ഉണ്ടാവും. അത് അവരുടെ മുൻഗണനകളുടെ പ്രശ്നമാണ്. അതൊന്നും കേരളത്തിലെ ജനവിധിയെ ബാധിക്കുന്നില്ല.